അങ്ങനെ അരിയും മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പം ചേച്ചി ചോദിക്കുക, ബോസ്മാൻ അരി മാത്രം മതിയോ, പയറൊന്നും വേണ്ടേ? അപ്പോഴാണ് ഞാൻ ആ പയർ ശ്രദ്ധിച്ചത്. നമ്മുടെ ചെറുപയറിന്റെയും വൻപയറിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ഐറ്റം. വെറൈറ്റി അല്ലേ എന്ന് കരുതി ഒരു കപ്പിന് എന്താ വില എന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറയുക, ഒരു കപ്പിന് 12 ലിയോൺ ആണ്, ബോസ്മാൻ ഒരു 10 കപ്പ് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ 10 ലിയോൺ വെച്ച് തരാം. ഇത് കേട്ടപാടെ ഇബ്രാഹിം പറയുവാണ്, ആർക്കും കൊടുക്കാത്ത ഓഫറാണ് ചേച്ചി ബോസ്മാന് തന്നിരിക്കുന്നത്, മുടിഞ്ഞ ലാഭമാണ്. ചേച്ചി ഒരു 15 കപ്പ് ബോസ്മാന് വേണ്ടിയിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്തേ, പ്രോട്ടീനാണ് ബോസ്മാൻ, നല്ല സ്റ്റാമിന വരും. ഞാനൊന്ന് വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചി പാക്കിങ്ങും തുടങ്ങി. അങ്ങനെ അരിയും പയറും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ കണ്ടപാടെ പൊണ്ടാട്ടി ഒരു ടേബിളും എടുത്ത് വെളിയിലിട്ടിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ഈ കിട്ടിയ പണികളെല്ലാം ഇതിന്റെ മണ്ടയിലോട്ട് നിരത്തി വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്തു, പെരയ്ക്കകത്തോട്ട് കയറണ്ട. അത് കേട്ടുടനെ പിള്ളേർ കൊടുക്കത്ത സന്തോഷം. സ്കൂളൊക്കെ അടച്ചിരിക്കുമല്ലേ പപ്പ, നമുക്കൊരു കട തുടങ്ങാൻ. ഏതായാലും നമ്മുടെ ബോസ്മാന് കിട്ടിയ ഓരോ പണികളും ഇങ്ങനെ മേശപ്പുറത്തോട്ട് നിരത്തി വെച്ച്. ഇനി എന്തിരാവോ എന്തോ.